നമസ്കാരം. ചെകുത്താൻ വി എസ് മോഹൻലാൽ, ഇതിനെക്കുറിച്ച് കുറച്ച് സത്യസന്ധമായ കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സംസാരങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് എന്തു ആയിക്കോട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അയാളിടുന്ന വീഡിയോയ്ക്കകത്ത് പ്രയോഗിക്കുന്ന ചില ഭാഷകൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ കക്ഷി ഇപ്പം നടത്തിയ പ്രസ്താവനകളോട് കുറച്ചൊക്കെ സത്യസന്ധതയുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുമുണ്ട്. മോഹൻലാൽ ഒരു സിനിമാ നടനാണ്, മെഗാസ്റ്റാറാണ്. പട്ടാളത്തിൻ്റെ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണൽ പദവിയുണ്ട്. മേജർ രവിയുടെ 1-2 സിനിമകളിൽ അദ്ദേഹം പട്ടാള വേഷം കൈകാര്യം ചെയ്ത് പട്ടാള വേഷം അഭിനയിച്ച് അതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഈ പട്ടാളത്തിലുള്ള റാങ്ക്. ഇതിനെപ്പറ്റി 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മിസ്റ്റർ മേജർ രവിയോടും മോഹൻലാലിനോടും. പിന്നെ ചെകുത്താനെതിരെ കേസ് കൊടുത്തത് അമ്മയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ സിദ്ദീഖിനോടും. കക്ഷി കുറച്ച് നാളുകളായിട്ട് മോഹൻലാലിനെ തൻ്റെ യൂട്യൂബിൽ കൂടെ ആക്ഷേപം പറയുന്നുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനകത്തിലൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം, ഈ കേസ് കൊടുത്ത പോലീസുകാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മീഡിയ പോലീസുകാരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോഹൻലാൽ എന്നെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തെ ഈ അസഭ്യം പറഞ്ഞുകൊണ്ടോ ചീത്ത വിളിച്ചത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ പട്ടാള യൂണിഫോമിനെ അധിക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് ആരായാലും കൊടുക്കണം. അത് പട്ടാളത്തെ അല്ല, നമ്മളെ രാജ്യത്തെ കാക്കുന്ന ഡിഫൻസിൻ്റെ ഏതൊരു ഫോഴ്സിനെതിരെ പറഞ്ഞാലും അത് ഒരു രാജ്യസ്നേഹമുള്ള ആർക്കും അതിനെതിരെ കേസ് കൊടുക്കാം. പക്ഷേ കക്ഷി പറഞ്ഞിരിക്കുന്നത് എന്നെ പറഞ്ഞതുകൊണ്ടും പിന്നെ രണ്ടാമത് പറഞ്ഞത് ഞാൻ ഈ ചെയ്ത പടങ്ങൾ കണ്ട് അത് വളരെ പ്രയോജനമായി എടുത്ത്, അല്ലെങ്കിൽ അതിനെ കാണിച്ചിരിക്കുന്ന പട്ടാള വേഷത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള ഏകദേശം 17 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 26 വയസ്സ് വരെയുള്ള ജെൻസ് അല്ലെങ്കിൽ ജെൻസ് ഇതിനകത്തിൽ ഈ പടങ്ങൾ കണ്ടതുകൊണ്ട് പട്ടാളത്തിൽ ചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. അതിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒറ്റ കാരണം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ചോദിക്കാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മിസ്റ്റർ മേജർ രവി, പിന്നെ ഇതിൻ്റെ ഈ കീർത്തി ചക്ര, മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു പടമാണ്, പട്ടാള പടമാണ് കീർത്തി ചക്ര. ഇതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു RB ചൗധരി. ഇവർ 3 പേരെടുത്തും മിസ്റ്റർ മോഹൻലാൽ, മിസ്റ്റർ മേജർ രവി, ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ RB ചൗധരി. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ പടം മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയല്ലേ? അതിനുശേഷം നിങ്ങൾ കേരളത്തിലുള്ള എത്ര ചെറുപ്പക്കാർക്ക് ഈ പടം ഫ്രീ ആയിട്ട് കാണിച്ചു? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മോഹൻലാലിൻ്റെ പ്രസ്താവന ഇതാണ്, മിസ്റ്റർ സിദ്ദീഖും എന്നോടുമാണ് ഈ ചോദ്യം. നിങ്ങൾ പറയുന്നുണ്ട് ഈ മോഹൻലാലിൻ്റെ ഇങ്ങനെയുള്ള പടങ്ങൾ കണ്ട് അതിനകത്തിൽ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പടം കണ്ടതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഡിഫൻസിലോട്ട് ചേരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊന്ന് മാർക്കറ്റ് രീതിയിൽ ഇതിനെ കണ്ട് പൈസ ഉണ്ടാക്കി. രണ്ടാമത്, നിങ്ങൾ ഈ പടം ഒരു ഷോ എങ്കിലും കേരളത്തിലെ 17 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് ഫ്രീ ആയി കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇത് 100 രൂപ 200 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടിട്ട്
അതിനെപ്പറ്റി വിമർശിക്കാം അല്ലെങ്കിൽ നല്ലത് പറയാൻ അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അതിനകത്തിലോട് നിങ്ങളിത് മാർക്കറ്റ് ചെയ്തതാണ്. ഈ പടം നിങ്ങൾ ഫ്രീ ആയിട്ട് ആരെയും കാണിച്ചതല്ല. പിന്നെ മോഹൻലാലിന് പദവി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതൊക്കെ ഇവിടുത്തെ നിയമത്തിൻ്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് ഡിഫൻസ് നോക്കുന്നതാണ്. പിന്നെ മോഹൻലാൽ, എനിക്കിത്ര മാത്രമേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഈ പടം മാർക്കറ്റ് ചെയ്തല്ലേ? നിങ്ങൾ ഒരു ഷോയെങ്കിലും ഈ കേരളത്തിലുള്ള ഈ യുവാക്കൾക്ക് 17 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് നിങ്ങൾ ഫ്രീ ആയി കാണിച്ചിട്ടുണ്ടോ? അന്നേരം അതൊരു മാർക്കറ്റിംഗ് പൈസ ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ രണ്ടാമത്, വയനാട്ടിൽ മോഹൻലാൽ യൂണിഫോം ഇട്ട് പോയത് അത് പെർമിഷൻ മേടിച്ചിട്ടായിരിക്കും കക്ഷി പോയത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ടുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നിന്ന കുറച്ച് ആൾക്കാരുടെ തടസ്സമായി അതായി ഇതായി, അതിനോടത്തിലോടും ഒന്നും എതിരഭിപ്രായം നമുക്കില്ല. പക്ഷേ ഇത് ഒരു ട്രസ്റ്റിന് വേണ്ടി മോഹൻലാൽ ഒരു ട്രസ്റ്റ്, എന്തോ വിശ്വകർമ്മ ട്രസ്റ്റോ കക്ഷി നടത്തുന്നതിന് വേണ്ടി 3 കോടി രൂപ എങ്ങാണ്ട് വയനാട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ പടം മാർക്കറ്റ് ചെയ്തല്ലേ? എന്നിട്ട് യൂണിഫോമിനെ പറയുന്നു, യൂണിഫോമിനെ അധിക്ഷേപിക്കുന്നു, എന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലീസുകാരനോട് 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കേരളത്തിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ് സർവീസോ അല്ലെങ്കിൽ ഒരു സർവീസിലിരിക്കുന്ന ഒരു ഡിഫൻസിൻ്റെ ഇരിക്കുന്ന ഒരു പട്ടാളക്കാരനോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുൻതൂക്കം ആർക്ക് കൊടുക്കും? ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കത്തുള്ളൂ. അന്നേരം ഈ രാജ്യസ്നേഹം, നിങ്ങൾ പറയുന്ന രാജ്യസ്നേഹം എവിടെ പോയി? പിന്നെ 2-3 കേസുകൾ, ഒന്ന് അനിയനെ അറസ്റ്റ് ചെയ്ത് പട്ടാളക്കാരനായ ചേട്ടൻ ചോദിക്കാൻ പോയപ്പോൾ ക്രൂരമർദ്ദനം, ആ കേസ് എവിടെയായി? ഇപ്പം കൊല്ലത്ത് ലേറ്റസ്റ്റായിട്ട് കുറച്ച് ആൾക്കൂട്ടം ഒരു ജവാനെ മർദ്ദിച്ചു. ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മളിത് നടക്കുന്നു. അന്നേരം ഈ പോലീസുകാർക്ക് രാജ്യസ്നേഹമില്ലേ? അതും ഇതിൻ്റെ കൂടെ വേണ്ടതല്ലേ? പിന്നെ മോഹൻലാലിൻ്റെ ഈ പടം കണ്ടിട്ടാണ് ഇങ്ങനെ രാജ്യസ്നേഹത്തിന് ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോലീസുകാരെ മർദ്ദിക്കുന്ന റോളുകൾ ചെയ്ത ഒരു നടനാണ് മോഹൻലാൽ. അത് കണ്ടിട്ട് പോലീസുകാരെ ഇടിക്കാൻ ആരെങ്കിലും ചെല്ലുമോ? ഇല്ലല്ലോ. പിന്നെ രണ്ടാമത് ദൃശ്യം 2 എന്ന് പറയുന്ന പടത്തിനകത്ത്, അത് പടത്തിൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷേ അതിനകത്തിൽ എത്രയോ ദൃശ്യം മോഡൽ മർഡർ ഇവിടെ നടക്കുന്നു. അന്നേരം മോഹൻലാലിനെ കൊലപാതകം ചെയ്ത ആൾ അല്ലെങ്കിൽ കൊള്ളക്കാരൻ എത്രയോ അങ്ങനെയുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സിനിമ എന്ന രീതിയിൽ കണ്ടു തള്ളുകയാണ് വേണ്ടത്. പിന്നെ ചെകുത്താൻ പറയുന്നതിനകത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കക്ഷിയുടെ ലാംഗ്വേജ് കറക്റ്റല്ല. ബാക്കി ചില കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ അതും കൂടാതെ മോഹൻലാലിന് തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച ശ്രീനിവാസൻ ഒരു പടം ഇറക്കിയായിരുന്നല്ലോ, എന്തോ അതിൻ്റെ പേര്, സരോജ് കുമാർ, പത്മശ്രീ സരോജ് കുമാർ എന്നും പറഞ്ഞ് മോഹൻലാലിനെ കളിയാക്കിയ ഒരു പടം. അതിനകത്ത് പട്ടാളക്കാരെ എത്ര ആക്ഷേപിക്കുന്നുണ്ട്. ഇതൊന്നും സിദ്ദിഖ് കണ്ടില്ലേ? ഇതൊന്നും കാണാതെയാണോ സിദ്ദിഖ് കേസ് കൊടുത്തത്? അന്നേരം നിങ്ങളെ സംഘടനയിലുള്ള ഒരാളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്ത്. അത് കണക്ക് തന്നെയാണ് പട്ടാളത്തിൽ നിന്ന് ലീവിന് വരുന്ന ജവാന്മാരെ എത്രയോ കേസുകളുണ്ടടി. ഏതെങ്കിലും ഒരു സംഘടന, അവർക്ക് സംഘടനയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സംഘടന ഇത് തെറ്റാണ് കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പോലീസുകാർ മോഹൻലാൽ നേരിട്ട് വിളിച്ച് അദ്ദേഹം സങ്കടം പറഞ്ഞു. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളെ സ്റ്റേഷനിൽ വരുന്ന ഒരു എക്സ് സർവീസോ അല്ലെങ്കിൽ ഒരു സർവീസിലിരിക്കുന്ന പട്ടാളക്കാരനോ
അല്ലെങ്കിൽ ഡിഫൻസിൽ ഏതോ ആയിക്കോട്ടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കേസുമായിട്ട് എല്ലാ പോലീസുകാരും ഇല്ല, പക്ഷേ ഞാൻ കണ്ട പോലീസുകാർ മാക്സിമം അങ്ങനെയാണ്. ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് കൂട്ടിച്ചെല്ലണം ശുപാർശ ചെയ്യാൻ. ചെല്ലുമ്പോൾ പട്ടാളക്കാരൻ അവിടെ നിൽക്കണം, ഈ രാഷ്ട്രീയക്കാരെ ഇരുന്ന് സംസാരിക്കും. ഞാൻ കണ്ടിട്ടുള്ള കാര്യമായത്. അത് പറയുകയും ചെയ്യും, ഞാൻ എക്സ് സർവീസാണ് അല്ലെങ്കിൽ ഞാൻ ആർമിയിലാണെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. അന്നേരം പിന്നെ ഈ രാജ്യസ്നേഹം അന്നേരമില്ലാത്ത രാജ്യസ്നേഹം ജവാൻ, ഓഫീസർ എന്തുമായിക്കോട്ടെ എല്ലാവരും തുല്യരാണ്, എല്ലാവരും രാജ്യത്തെ കാക്കുന്നവരാണ്. അന്നേരം രാഷ്ട്രീയക്കാരൊന്ന് ശ്രദ്ധിക്കുക, രാഷ്ട്രം ഉണ്ടെങ്കിൽ രാഷ്ട്രീയമുള്ളൂ. അത് കണക്ക് തന്നെയാണ് സിനിമ കണ്ടിട്ട് യുവാക്കളെ ഇതിനകത്തിലോട്ട് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് യോജിപ്പ് കണ്ടേനെ. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ പടം ഒരു ഷോയെങ്കിലും കേരളത്തിലുള്ള ഈ യുവാക്കൾക്ക് ഫ്രീ ആയി കാണിച്ചിരുന്നെങ്കിൽ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ് ചെകുത്താനെ സപ്പോർട്ട് ചെയ്യുമല്ല, മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. താങ്ക് യു.